അല്ലെങ്കിൽ വല്ല പൂജയോ മന്ത്രവാദമോ ഒക്കെ ചെയ്ത് കാര്യം ശരിയാക്കി എടുക്കാൻ നോക്കും. പണിക്കരുടെ വീട്ടിൽ അത് വല്ലതും ആണോ നടന്നത്? എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. പണിക്കരുടെ കാലനായിട്ടാ ആ അപ്പു എന്ന് പറഞ്ഞ സാധനം വന്ന് പിറന്നിരിക്കുന്നത്. ഒന്നുകിൽ ജയില്, അല്ലെങ്കിൽ വല്ല പടുമരണം. അതായിരിക്കും അങ്ങേരുടെ ഗതി. ഓ, അമ്മ ഒന്ന് അടങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഒക്കെ കേട്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുക. നീ എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നത്? ഭ്രാന്ത് പിടിച്ചു പോയേനെ. മോളെ ആ കുരുത്തം കൊട്ട കൂട്ടുകെട്ടിൽ നിന്ന് പറഞ്ഞ് വിലക്കിയില്ലായിരുന്നെങ്കിൽ. അന്ന് ഇതുപോലെ രണ്ടുപേരും കൂടി എന്നെ കുറ്റപ്പെടുത്തിയത് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഞാനന്ന് പിടിച്ച പിടിയാലെ നിന്നതുകൊണ്ടാ രണ്ടിനെയും തല്ലിപ്പിരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മളും ഇപ്പൊ ഈ കുപ്പക്കുഴി കിടന്ന് നാറിയേനെ. ഞാൻ ഡെയ്സി ഒന്ന് വിളിക്കട്ടെ. ഉള്ളത് പറയുമ്പം തുള്ളല് കയറിയിട്ട് കാര്യമില്ല. നോക്കിക്കോ, ഇത് ഞാൻ പറയുന്നതിലേ ഒതുങ്ങാൻ പോകുന്നുള്ളൂ. അമ്മ അവിടെ സ്റ്റേജ് ഞാൻ കണക്കാക്കി തന്നെ പോവാണോ? ഒന്നും എങ്ങനെ വേണമെന്ന് എനിക്കൊരു ഊഹമില്ല. അപ്പോ ആദ്യം എനിക്ക് VP ഒന്ന് കാണണം. എന്നെ കാണാതെ പാവം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും. ഇപ്പോ കുറച്ചു നേരം ഞാൻ അച്ഛൻ്റെ അടുത്തുണ്ടെങ്കിൽ ആ മനസ്സ് താനേ തണുത്തോളും. ഇത് നശിച്ച നിമിഷത്തിലാണോ VP എനിക്ക് ഒറ്റയ്ക്കിരുത്താൻ തോന്നിയത്? അപ്പോ ഞാനൊരു 2 മിനിറ്റ് പോലും ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ എടുത്തില്ല. അതിനുള്ളിലാ ഇത്രയൊക്കെ സംഭവിച്ചത്. പോട്ടമ്മ, ഇനിയിപ്പോ അതേപറ്റി പറഞ്ഞിട്ടും വിഷമിച്ചിട്ടും എന്താ കാര്യം? ഇനിയും വരാനുള്ളതിനെ ഫേസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് ഞാനോ VPയോ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്താ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്? എല്ലാത്തിനും കാരണം ഞാൻ ഒരാളാ, അല്ലേ അമ്മ? അപ്പോ ഇനി നീ കൂടെ എന്നെ വിഷമിപ്പിക്കല്ലേ. അതുകൂടെ താങ്ങാനുള്ള ശക്തിയില്ല അമ്മയ്ക്ക്. അമ്മയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ എനിക്കിപ്പോ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിലും ഒരാൾക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒന്നിലേറെ തവണ അത്ഭുതപ്പെടാനാവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും മറിവപ്പോടെ മാത്രമേ കണ്ടു നിൽക്കാനാവുന്നുള്ളൂ. VPയെ ഒരു മെന്റൽ അസൈലത്തിലും കൊണ്ടുപോകാതെ പഴയ VPയാക്കി മാറ്റാൻ പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഈ വീട്ടിൽ നിന്ന് പോലും ഞാൻ ഒഴിഞ്ഞു തരാന്ന് വെച്ചത്. അപൂർവയ്ക്ക് പകരം ആതിരെ VPക്ക് ഒരു മകളെ സമ്മാനിക്കാൻ ശ്രമിച്ചത്. നന്ദൻ സാറിനെ കൊണ്ടും ആതിരെ കൊണ്ടും അതിന് സമ്മതം വാങ്ങിയപ്പോ ആതിരയിലൂടെ എന്നെയും VPയെ കൊണ്ട് സ്നേഹിക്കാനും സ്വീകരിപ്പിക്കാനും കഴിയുന്ന ഒരു ചെറിയ ശതമാനം പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അമ്മ. ഇപ്പൊ അതും ഇല്ലാതാവുക. ഇല്ലപ്പോ VPയെ നമുക്കങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. നമ്മുടെ പഴയ VPയായി നമുക്ക് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി ഇനി എന്ത് വേണമെങ്കിലും സഹിക്കാനും എത്ര ബുദ്ധിമുട്ടാനും ഞാൻ തയ്യാറാ. നീയും അതിനെ ഒരുക്കുവാണെന്ന് അറിയാം അമ്മയ്ക്ക്. എപ്പോഴും ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതെനിക്ക് ഉറപ്പുണ്ടപ്പോ.
എന്താ അപ്പു? അമ്മ പറഞ്ഞ നിനക്ക് വിശ്വാസമായില്ലേ? ഒന്ന് പറ അപ്പു. എന്റെ മനസ്സിന് ധൈര്യം കിട്ടാനെങ്കിലും എല്ലാം ശരിയാവുന്നൊന്ന് പറ അപ്പു. അമ്മ പെട്ടെന്ന് പാക്ക് ചെയ്യാ. നന്ദൻ സാർ വെയിറ്റ് ചെയ്യാം. ബാഗ് എടുക്കാം. ഗീതാന്റിക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവോ ചേട്ടാ? ഈ മെന്റൽ ഹെൽത്ത് കെയർ യൂണിറ്റിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസിനെ അവർ ഒക്യുപ്പൈ ചെയ്യുള്ളൂ. 10 പേഷ്യൻസ് ആണ് അവരുടെ ലിമിറ്റ്. പണിക്കർ സാർ ഓൾറെഡി ജയദേവൻ ഡോക്ടറുടെ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവിടെ ഓക്യുപ്പൻസി കിട്ടും. അപ്പോൾ റൂം പ്രൊവൈഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗീതാ മാഡത്തിന് അവിടെ സ്റ്റേ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പാവം ആന്റി ആകെ സങ്കടത്തിലാ. ആന്റിയുടെ അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നാ പറയുന്നത്. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് എപ്പോഴാണെങ്കിലും എവിടെ വെച്ചും സംഭവിക്കും. അതിനോരോ കാരണങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. ഞാൻ കൂടി നിർബന്ധിച്ചിട്ടാ ഇന്ന് ആന്റി അങ്കിളിനെയും കൂട്ടി ഡോക്ടറെ കാണാൻ പോയത്. അത് ഓർക്കുമ്പോഴാ എനിക്കും. എന്താ ഇനി നീ കൂടെ അതിന് കാരണക്കാരിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ കഷ്ടമാണ് കേട്ടോ. ഇറങ്ങാൻ നന്ദൻ. ശരി മാഡം. VP അങ്ങ് എത്തിക്കാണുവോ? ആ, എത്താറായിട്ടുണ്ടാവും. അവരവിടെ എത്തുമ്പോൾ വിളിക്കാമെന്ന് SI പറഞ്ഞിട്ടുണ്ട്. നമുക്കിറങ്ങാം. അപ്പോൾ ഇന്ന് വൈകിട്ട് ടീച്ചർ അടുത്തേക്ക് തിരിച്ചു പോവല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ മടങ്ങി വന്നിട്ട് ആതിരയും കൂട്ടി വീട്ടിലേക്ക് പോവാം. അത് വേണ്ട നന്ദൻ, ആതിരവിടെ നിന്നോട്ടെ. അല്ല, അതിപ്പോ ആതിര തനിച്ചാണെന്നുള്ള പേടി വേണ്ട നന്ദന്. കുറച്ച് കഴിയുമ്പോൾ ഡെയ്സി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോബിനും മാളവും ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരുന്നവരെ ഡെയ്സിന് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആതിര ഇവിടെ നിന്നോട്ടെ. അതല്ലേ നല്ലത്? നീ എന്തു പറയുന്നു? അങ്ങനെ മതി ചേട്ടാ, ഞാനിവിടെ നിന്നോളാം. അത് മാത്രല്ല സർ, VPക്ക് ചിലപ്പോ ആതിരെ കാണണമെന്ന് തോന്നിയാലോ? അത് ശരിയാ, അങ്ങനെ ഒരു കാര്യമുണ്ട്. VP എന്തായാലും ആതിര അന്വേഷിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ പെർമിഷന്റെ പ്രശ്നം ഉദിക്കുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു പോകാൻ എളുപ്പം ഇവിടെ നിൽക്കുന്ന. അത് മതി നന്ദൻ. എങ്കിൽ പിന്നെ അതങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം മാഡം. ആതിര ഇവിടെ തന്നെ നിന്നോട്ടെ. അപ്പോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി സർ. പോയിട്ട് വരട്ടെ അപ്പു. പോട്ടെ. പോയിട്ടു ആന്റി. രഘുമണി, കാൽമുട്ട് ശരിക്കും വളയട്ടെ. ആ കൈ നിവർത്തി ഇങ്ങനെ. ഇപ്പൊ എത്ര പ്രാവശ്യമായി? ഇപ്പൊ 101 പ്രാവശ്യമായി ഡോക്ടറെ. ആഹാ, എന്നൊരു 101 കൂടെ പോരട്ടെ. അപ്പൊ 10 ആണെങ്കിലോ? 10 കൂടെ പോരട്ടെ. അപ്പൊ 5 ആണെങ്കിൽ? അത് പറ്റില്ല, ഒരു 10 കൂടെ പോരട്ടെ രഘുമണി. ഓക്കെ ഡോക്ടർ. ഓക്കെ ഓക്കെ. ഡോക്ടറെ. എന്താ രഘുമണി? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെയോ? ഞാൻ നിർത്തി, ഇനി തൊടേയില്ല. എന്നാ ഞാനും നിർത്തി. വെരി ഗുഡ്. താങ്ക് യു ഡോക്ടർ. നടക്കണം.
ഹലോ സർ. ഹലോ, ഡോക്ടർ ജയദേവൻ? അതെ. പേഷ്യന്റിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നതാ. പണിക്കർ സാറേ, എന്തൊക്കെയുണ്ട്? ഡോക്ടർ എന്താ ഇവിടെ? ഞാൻ ഇവിടെയല്ലേ താമസിക്കുന്നത്. അതെയോ? ഇതാണോ വീട്? ആ, ഇതൊരു വീടാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. വരൂ വരൂ സാർ. ഇരിക്കും. താങ്ക് യു. ആള് വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. രാവിലെ പണിക്കരുടെ മിസ്സസ് പണിക്കരെയും കൊണ്ട് വന്നിരുന്നു. അവരുടെ കണ്ണുവെട്ടിച്ച് പോയി ചെയ്ത പണിയെ വക്കീലും മജിസ്ട്രേറ്റിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടാ ഇവിടേക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ ഊളംപാറയ്ക്ക് പോയേനെ ആള്. ഗോപ, ഹാൻഡ് ഓവർ നോട്ടാ. ഡോക്ടർ ഒന്ന് സൈൻ ചെയ്തേക്ക്. മറ്റു ഫോർമാലിറ്റീസ് എന്തെങ്കിലും? വേറൊന്നുമില്ല ഡോക്ടർ. പിന്നെ കോർട്ട് ഓർഡർ ആയതുകൊണ്ട് പേഷ്യൻ്റ് സ്ട്രിക്റ്റ് ഒബ്സർവേഷനിലായിരിക്കണം. ആവശ്യമെങ്കിൽ മാത്രം ഒരു ബൈസ്റ്റാൻഡറെ അനുവദിക്കാം. വിസിറ്റേഴ്സിന് റെസ്ട്രിക്ഷൻ വേണം. പിന്നെ രജിസ്റ്ററിൽ സന്ദർശകരുടെ പേരും സന്ദർശന സമയവും മാർക്ക് ചെയ്തിരിക്കണം. അങ്ങനെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ്. യെസ്, അതൊക്കെ കൃത്യമായിട്ടുണ്ടാവും. പിന്നെ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായാലോ, പ്രതിക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാലോ സ്റ്റേഷനിൽ ഉടൻ ഇൻഫോം ചെയ്തിരിക്കണം. ഷുവർ. ഇടയ്ക്ക് എൻക്വയറി ഉണ്ടാവും. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇറങ്ങിക്കോട്ടെ ഡോക്ടർ. ശരി ശരി. അല്ല, എന്റെ ബുക്സ് എവിടെ? അത് എടുത്തു തന്നിട്ടേ ഞങ്ങൾ പോകൂ. ആ, അപ്പോഴേ രാവിലെ പണിക്കർ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ ബുക്ക് വാങ്ങാൻ പോയതാ ഡോക്ടർ. എന്നിട്ട് എന്തുണ്ടായി? ഒരു സ്ത്രീ എന്നോട് വെറുതെ വഴക്കിന് വന്നു. ലേശം മെന്റൽ പ്രോബ്ലം ഉണ്ടോന്നൊരു തോന്നലുണ്ട്. ഓഹോ, എന്നിട്ട് ഞാനുമായിട്ടൊരു കശവശമുണ്ടായി. ആഹാ, എന്നിട്ടെന്താ, ഈ പോലീസുകാർ എന്നെ പിടിച്ചോണ്ട് വന്നു. ഓ, അത് ശരി. ഡോക്ടറെ, എനിക്കൊന്ന് ഫ്രഷ് ആവണം, പിന്നൊന്ന് റെസ്റ്റ് എടുക്കണം. നല്ല യാത്രാക്ഷീണമുണ്ട്. അതിനെന്താ, റെസ്റ്റ് എടുക്കാമല്ലോ. പണിക്കരുടെ റൂം റെഡിയല്ലേ? ആ, റെഡിയാണ് സർ. വരൂ. ഓ, വരൂ പണിക്കർ, വരൂ. ഇനി മുതല് പണിക്കർ ഇവിടെയാ താമസിക്കാൻ പോകുന്നത്. ആണോ? അയ്യോ, എന്റെ പുസ്തകം കിട്ടിയില്ല. എടുപ്പിക്കാം. സമാധാനപ്പെടും. പുസ്തകം എങ്ങനെയുണ്ട് റൂമൊക്കെ? പണിക്കർക്ക് ഇഷ്ടമായോ? കൊള്ളാം, പക്ഷെ പുസ്തകം എടുത്തില്ല. എടുപ്പിക്കാം, ഇപ്പൊ തന്നെ എടുപ്പിക്കാം. പണിക്കരൊന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോഴേക്കും മിസ്സസ് സിംഗ് എത്തും. ഗീത ഇവിടെ വരുമോ? പിന്നെ ഇപ്പൊ വരൂ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോ പണിക്കരൊന്ന് ഫ്രഷ് ആവുക. ഓക്കെ. എന്റെ പുസ്തകം. അപ്പു, ദാ കോഫി കുടിക്ക്. എന്താ ഗൗരവത്തിലൊരാലോചന? BP എന്ന മഹാസാഗരം മുന്നിലുള്ളപ്പോ ആലോചിക്കാൻ വേറെ എന്തെങ്കിലും ടോപ്പിക് തേടി പോകേണ്ടതുണ്ടോ? നന്ദേട്ടൻ കുറച്ചുമുമ്പ് വിളിച്ചിരുന്നു. ഏട്ടൻ ഡോക്ടറുമായി ഫോണിൽ സംസാരിച്ചു. അങ്കിള് ഹാപ്പിയാ, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആൾക്ക് ഹാപ്പി ആയിട്ടിരുന്ന മതിയല്ലോ, കുഴപ്പം ബാക്കിയുള്ളവർക്കല്ലേ. കഷ്ടമുണ്ട് അപ്പു, അങ്ങനൊന്നും പറയാതെ. ഒന്നും അങ്കിൾ അറിഞ്ഞോണ്ടല്ലോ. അല്ല, ഇപ്പൊ അങ്കിളിനെ കുറിച്ച് എന്താ ആലോചിച്ചേ? അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പോ VPയുമായി കടുത്ത ശത്രുതയിലായിക്കൊണ്ടിരിക്കുക. VP തന്നെ അതിന് കാരണക്കാരൻ. എങ്കിലും
ആ ശത്രുതയ്ക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ശരിയാ. ഇന്നലത്തെ സംഭവം തന്നെ കണ്ടില്ലേ? ഒരു ക്ഷമാപണത്തിന് തീരേണ്ട വിഷയമായിരുന്നു. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയി മാറി. വിപിയെങ്കിലും മനഃപൂർവ്വം കബനി എന്ന വ്യക്തിയെ ഉപദ്രവിച്ചതാൻ ചാൻസ് ഉണ്ടോ? അപ്പനെന്ത് തോന്നുന്നു? ചാൻസ് ഉണ്ടെന്നും പറയാം, വേണമെങ്കിൽ ഇല്ലെന്നും പറയാം. വിപിയുടെ ചില സമയത്തെ പ്രതികരണങ്ങൾ കാണുമ്പോൾ വിപി മനഃപൂർവ്വം നമ്മുടെ കമ്മ്യൂണിറ്റി വെറുക്കുന്നതായി തോന്നും. ബേസിക്കലി അത് എന്നോടുള്ള വെറുപ്പിൽ നിന്ന് തുടങ്ങിയതാവാം. പക്ഷെ ആതിര, എന്നെ അത്ഭുതപ്പെടുത്തിയത് വിപിക്ക് തന്നോടുള്ള സമീപനോ. ഒരു സാധാരണ മനുഷ്യന് ആതിരയും അപ്പവും ഒരേ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണെന്ന് മനസ്സിലാവും. പക്ഷെ വിപിക്ക് മാത്രം അതെന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? അപ്പു വെറുക്കപ്പെട്ട ആളും ആതിര എന്നോ നഷ്ടപ്പെട്ടു എന്ന് വിപി കരുതുന്ന മകൾക്ക് പകരക്കാരിയും. അതെങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ആതിര. അപ്പുവിനതില് നല്ല സങ്കടം ഉണ്ടല്ലേ? തന്നോടായതുകൊണ്ട് തുറന്നു പറയാം, സങ്കടം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ തീരെയില്ല. അതെന്താ അങ്ങനെ? വിപി എന്നെ വെറുത്താലും തന്നെ സ്വീകരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നോക്കിയാ തനിക്കൊപ്പം വിപിക്ക് എന്നെങ്കിലും എന്നെയും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. സമാധാനിക്കാൻ നമുക്ക് അങ്ങനെയും കാരണങ്ങൾ കണ്ടെത്താലോ, അല്ലേടോ? ഏതായാലും നന്ദൻ സാറുമായി എനിക്ക് ദക്ഷ മാഡത്തെയും അഗ്നി ചേച്ചിയും ഒന്നുകൂടെ ഒന്ന് കാണണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയായി? 80 രൂപ. ആന്റി, ബാഗ് ഇതാ, ഞാൻ പിടിക്കാം. വേണ്ട വേണ്ട, ഒരു ബാഗ് ചുമക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. ആന്റിയെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോ എൻഗേജ്ഡ് ആയിരുന്നു. മാളുവും ജോബിനും വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അവരിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലാന്ന്. ജോബിന് കോൾഡ് ആണെന്ന്. ഞാൻ വിജയുടെ കാര്യമൊന്നും അവരെ അറിയിച്ചില്ല കേട്ടോ. അറിഞ്ഞ അവർക്ക് വിഷമമാകും. അത് നന്നായി ആന്റി. തിരിച്ചെത്തുന്നിടം വരെ അവരിതൊന്നും അറിയാതിരിക്കുന്നേ നല്ലത്. ആന്റി, ഇതാ ഞാൻ പറഞ്ഞ ആതിര. മനസ്സിലായി. കുട്ടിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഡെയ്സി ആന്റി. ആ, ആന്റിയുടെ കാര്യം അപ്പു എന്നോടും പറഞ്ഞിരുന്നു. ആ, രണ്ടുപേരെ പറ്റിയും പരസ്പരം ഒരു സൂചന കിട്ടിയത് നന്നായി. ഇനി ആദ്യം മുതലുള്ള പരിചയപ്പെടൽ ഒഴിവാക്കാലോ. ആന്റിയുടെ ബാഗിങ് താ, ഞാൻ റൂമിൽ കൊണ്ടുവയ്ക്കാം. ആതിര നല്ല മിടുക്കി കുട്ടിയാണല്ലോ അപ്പു. മാളു നിന്നെ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോ വക്കീലിന്റെ കൂടെ സ്റ്റേഷനിൽ നിൽക്കുമായിരുന്നു ആന്റി. എന്തായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി. വിജയുടെ സമയം തീരെ ശരിയല്ല. അതാവും ഒന്നിനു പിറകെ ഒന്നായി ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗീതയ്ക്ക് വിപിയോടൊപ്പം നിൽക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം. നീ സങ്കടപ്പെടണ്ട അപ്പോ. ചിലപ്പോ എല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും. അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് വിജയ്ക്ക് ചിലപ്പോ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയേക്കും. ഡോക്ടർ ജയദേവൻ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്നാ ജോബിനും പറഞ്ഞത്. ആ, അല്ല, ഈ ക്ലിനിക്ക് എവിടെയാ? ജയദേവൻ ഡോക്ടറിന്റെ വീട് കൈമനത്താ. അവിടെ വീടിനോട് അടുത്ത് തന്നെയാ ക്ലിനിക്കും ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് കെയർ സെന്ററും. മനസ്സെന്ന പേര്. എനിക്ക് വിജയെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ വേണ്ട. 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് മതി. ആന്റി വാ. ആന്റി, ഇത് ചായ. ആഹാ, നീ ഇത്ര പെട്ടെന്ന് ചായയൊക്കെ ഇട്ടോ മോളെ? ആന്റിക്ക് ഒരാൾക്ക് മതിയല്ലോ. ഞാനും അപ്പു ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ആന്റിക്ക് റൂം റെഡിയാക്കിയിട്ടുണ്ടേ. ആതിരയ്ക്ക് ഇവിടെ എല്ലാം നല്ല പരിചയമായല്ലോ. ഇപ്പൊ ശരിക്കും ഇവിടുത്തെ വീട്ടുകാരി ആതിരയാ അല്ലേ അപ്പു? ഇവിടെ വന്നതിന് ശേഷം അമ്മയെ കൊണ്ട് ഒരു വക ചെയ്യാൻ സമ്മതിക്കില്ല. കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ഫുള്ളും ഇപ്പൊ ആതിരയുടെ കൺട്രോളിലാ. ഞാനേ ഗീത ഒന്ന് വിളിക്കട്ടെ.
ഡേസിന്റെ ഇഷ്ടായോ